أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ ഈ 21ാമത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വിശകലനം ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് ത്വാഹയിലെ 124ാമത്തെ വചനം നമ്മൾ വിശകലനം ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അമ്മ. അതിൽ നമുക്ക് പുതുതായിട്ടുള്ള പദം എന്താണ്? അഅറള അൻ എന്നതാണ്. അതുപോലെ ലങ്ക, ഹഷറ, അതൊക്കെയാണ് പുതുതായിട്ടുള്ള പദങ്ങളുണ്ടായിരുന്നത്. മഈശത്ത് എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതം, ലങ്ക എന്ന് പറഞ്ഞാൽ ഇടുക്കം, കുടുസമുള്ളതാകുക, കുടുസം. അപ്പോൾ അതുപോലെ തന്നെ ഹഷറ, ഹഷറ എന്ന ഐനല്ല, ഹ ആണ്. ഐനാണെങ്കിൽ ഹഷറ എന്ന് പറഞ്ഞാൽ 10 എന്നാണ്. ഇത് ഹഷറ, ഹ. ഹഷർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. അന്ത്യനാളിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ദിവസത്തിനാണ് അവിടെ ഹഷ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുദാരി രൂപമാണ് യഹ്ഷറു. യഹ്ഷറു സർഫ് ചെയ്താൽ 14ാമത്തെ രൂപമാണ് നഹ്ഷറു എന്നുള്ളത്. 14 രൂപത്തിനും നഹ്ഷറു എന്നാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഹഷ്റ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി, യഹ്ഷറു ഒരുമിച്ച് കൂട്ടുന്നു. അത് 14ാമത്തെ രൂപ നഹ്ഷറു, നാം ഒരുമിച്ച് കൂട്ടുന്നു, അല്ലെങ്കിൽ നാം ഒരുമിച്ച് കൂട്ടും. ഹു ഒനഹ്ഷുറുഹു, അവനെ ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമത്തി, നാൾ ദിവസത്തിൽ, ഖിയാമത്ത് നാളിൽ, ഖിയാമത്ത് ദിവസത്തിൽ. അമ്മ എന്ന് പറഞ്ഞാൽ കണ്ണ് കാഴ്ചയില്ലാത്ത ആൾ, അതാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ബസീർ. അമ്മ ബസീർ എന്നുള്ളത് പദങ്ങൾ ഖുർആനിൽ വേറെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശകലനം ചെയ്യും. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ കണ്ണ് പൊട്ടൻ, കണ്ണ് കാണാത്തവന് എന്നാണ് അമ്മ എന്ന് പറയാം. അപ്പോൾ ഒമൻ ആറുള്ളാൻ ദിക്രി, നമ്മുടെ ഈ ദൃഷ്ടാന്തത്തിന് 4 തിരിഞ്ഞു കളയുന്നുവോ അല്ല പിന്മാറുന്നുവോ? ആറുള്ളാൻ ദിക്രി, എൻ്റെ ഈ ദിക്രിൽ നിന്ന്, ഈ ദിക്രിനുള്ള ഉദ്ദേശം ഖുർആൻ. ഫഇന്ന ലഹു, നിശ്ചയമായും അവനുണ്ട്, ഫഇന്ന നിശ്ചയമായും അവനുണ്ട്, മഈശത്തൻ ലങ്ക, കുടുസമായ ജീവിതം, വനഹ്ശുറുഹു, അവരെ നാം ഒരുമിച്ച് കൂട്ടും, യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ അമ്മ, കണ്ണ് കാണാത്തവനായിട്ട് ഒരുമിച്ച് കൂട്ടും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശകലനം ചെയ്തതാണ്. ഇനി അടുത്ത ആയത്ത് 125ാമത്തെ ആയത്താണ് കാല. അപ്പോൾ അവൻ പറയും, ആര്? ഈ കണ്ണ് കാണാത്ത ആൾ പറയും, കാല ലിമ ഹശർതനി റബ്ബേ. ലിമ തന്നെ എന്തുകൊണ്ട്, എന്തിന്? ഹശർതനി, ഹഷർത്ത നമ്മൾ മുലാരിയല്ല, മാലിയിൽ ഹഷറ, ഹഷറ, ഹഷറു, ഹഷറത്ത്, ഹഷറത്ത, ഹഷർന, ഹഷർത്ത. ആ 7ാമത്തെ രൂപമാണ് ഹഷർത്ത, നീ ഒരുമിച്ച് കൂട്ടി. ഹഷർത്ത, നീ ഒരുമിച്ച് കൂട്ടി. ഹഷർത്ത നീ, അതിൻ്റെ കൂടെ ഒരു മുത്തക്കല്ലിമിൻ്റെ യാ വരുന്നത് കൊണ്ടാണ് ഹഷർത്ത നീ എന്ന് വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് മുത്തക്കല്ലിമിൻ്റെ യാ വരുമ്പോൾ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കിസർ കൊടുക്കണമെന്ന്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നൂനാണ്. അത് ഹഷർത്ത എന്നുള്ള പദത്തിൽ പെട്ടതല്ല. ഹഷർത്ത എന്നുള്ളത് അതിൽ താണ് കിടക്കുന്നത്, അവസാനത്തെ അതിൻ്റെ എറാബ് ഫതഹായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ മുത്തക്കല്ലിമിൻ്റെ യാൻ്റെ മുന്നിൽ വരുമ്പോൾ കിസ്റായിട്ട് വരണം. അപ്പോൾ അത് മബിനിയായ കൽമത്താണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മബിനിയായ കൽമത്ത് ഒരിക്കലും മാറാൻ പറ്റില്ല. മാറ്റിയാലുള്ള അപകടം ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഹഷർത്ത എന്ന് പറഞ്ഞാൽ നീ ഒരുമിച്ച് കൂട്ടിയെന്നാണ്. ഹഷറ, ഹഷറ, ഹഷറു, ഹഷറത്ത്, ഹഷറത്ത, ഹഷർന, ഹഷർത്ത. ഹഷർത്ത എന്ന് പറഞ്ഞാൽ ആ ഹഷർത്തിനെ ഇവിടെ കാണുന്നത്. ഹഷർത്ത, നീ ഒരുമിച്ച് കൂട്ടി. ഹഷർത്തുമ, നിങ്ങൾ 2 പേരും ഒരുമിച്ച് കൂട്ടി. ഹഷർത്തും, നിങ്ങൾ ഒരുമിച്ച് കൂട്ടി. അതിൻ്റെ അടുത്ത പദം എന്താണ്? ഹഷർത്തി എന്നാണ്. ഹഷർത്തി എന്ന് പറഞ്ഞാൽ നീ ഒരുമിച്ച്, നീ ഒരു സ്ത്രീ ഒരുമിച്ച് കൂട്ടി എന്നാണ് എൻ്റെ അർത്ഥം വരിക. ഹഷർത്തി എന്ന് വരുമ്പോൾ
അപ്പോൾ സ്വാഭാവികമായ ഈ മുത്തകല്ലിമിൻ്റെ യായിൻ്റെ നിബന്ധന അനുസരിച്ച് അതിന് ഹസർത്തി എന്ന് പറയുകയാണെങ്കിൽ അവിടെ അതിൻ്റെ അർത്ഥം മാറും. അപ്പോൾ അത് ഒരുമിച്ച് കൂട്ടിയ ആ ആൾ മാറും. അതുകൊണ്ടാണ് മബിനിയായ കൽമത്താണ് അതിന് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. മബിനിയായ കൽമത്തിന് മാറ്റാനും പറ്റില്ല, മുത്തക്കല്ലിമിൻ്റെ യായ്ക്ക് സ്വീകരിക്കാനും പറ്റില്ല. മുത്തക്കല്ലിമിൻ്റെ യാ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ആ തായിന് കിസർ കൊടുത്ത് വരണം. തായിന് കിസർ കൊടുത്തിട്ടുണ്ടെങ്കിലോ അവിടെ ആൾ തന്നെ മാറും. അഷർത്താന്നുള്ള നീ ഒരുമിച്ച് കൂട്ടി എന്നുള്ളത് നീ ഒരു സ്ത്രീ ഒരുമിച്ച് കൂട്ടിയെന്നാവും. അപ്പോൾ അപകടമാണത്. അപ്പോഴാണ് ഈ നൂന് നമ്മൾ പറഞ്ഞ് ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരു നൂന് കടന്നു വരുന്നത്. ആ നൂനിന് കിസ്റായിട്ട് സ്വീകരിച്ച് ഹസർത്തനി. എന്തിനാണ് റബ്ബേ എന്നെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? ഹസർത്തനി കാല അവൻ പറയും ലിമ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് റബ്ബേ എൻ്റെ ഹസർത്തനി എന്നെ നീ അമ്മ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവനായിട്ട് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? കാല അവൻ പറയും ലിമ ഹഷർത്തനി എന്തിനാണ് എൻ്റെ കണ്ണ് കാണാത്തവനായിട്ട് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? കത് കത് എന്നൊരു പദം നിശ്ചയമായും ഉറപ്പായി എന്ന് പറയുവാൻ വേണ്ടിയിട്ട് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കത്. അമാതിരി നൂന് തക്കീദിൻ്റെ നൂനുണ്ട്, അതും നിശ്ചയമായി എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തക്കീദിൻ്റെ ലാമുണ്ട്. ഇതൊക്കെ ഈ ലാമ് തക്കീദിൻ്റെ ശ്രദ്ധയുള്ള നൂന് അതുമാതിരി കത്, ഈ പദങ്ങളൊക്കെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അള്ളാഹു പറഞ്ഞാൽ പിന്നെ നമുക്ക് സംശയം ഉണ്ടാവില്ല. പിന്നെ എന്നിട്ടും അള്ളാഹു നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ അവനാണ് പറഞ്ഞത് കത് നിശ്ചയമായി ഉണ്ടായിരുന്നല്ലോ, ഉറപ്പാണ്. എനിക്ക് കുന്തു ബസീറ, എനിക്ക് കാഴ്ചയുള്ളവരായിരുന്നല്ലോ. കാല ലിമ അഷർത്തനി ആമ എന്തുകൊണ്ടാണ് റബ്ബെ എന്നെ നീ കണ്ണ് കാണാത്തവനായി ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്? വക്കത് കുന്തു ബസീറ എനിക്ക് കണ്ണ് കാണാമായിരുന്നല്ലോ. വക്കത് കുന്തു എന്ന് പറഞ്ഞാൽ ഞാൻ. കാനയുടെ 13ാമത്തെ രൂപമാണത്. കാന 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 കാനു കാലത്ത് കാലത്ത കുന്ന കുൻത കുൻതുമ കുൻതും കുൻതി കുൻതുമ കുൻതുന്ന കുൻതു എന്ന് പറഞ്ഞാൽ 13ാമത്തെ രൂപം. ഞാൻ ബസീറ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ. ഇപ്പോൾ ഞാൻ കണ്ണുപൊട്ടനാണ്, പക്ഷേ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് എന്നെ എങ്ങനെ ഇത് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ ആദ്യത്തെ പദത്തിൽ അമ്മ എന്ന് പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബസീറ, ബസീർ കാഴ്ചയുള്ളവൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കാല കാല പിന്നെ ഇവിടെ ആരാണ് പറഞ്ഞത്? അതിന് മറുപടി പറഞ്ഞത് അള്ളാഹുവാണ് മറുപടി പറഞ്ഞത്. കദാലിക്ക ദാലിക്ക നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇസ്മുൽ ഇഷാറാത്താണ് ദാലിക്ക. ഹാദ ഹാദാനി ഹാ ഉലായി ഹാദിഹി ഹാത്താനി ഹാ ഉലായി ദാലിക്ക ദാനിക്ക ഉലായിക്ക ദാലിക്ക ദാലിക്ക എന്ന് പറഞ്ഞാൽ അത്. അതിന് സ്ത്രീലിംഗം എന്നാണ് തിൽക്ക. ഇതിവിടെ ദാലിക്ക എന്ന് പറഞ്ഞാൽ അത്. കാ എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്. ഇവിടെ നമ്മളെ ലമീറിൻ്റെ കാ ഉണ്ട്. കാ കുമാ കീ കുമാ കുന്ന ആ കാ അല്ല. കാ അത് അത് തന്നെയാണ്, പക്ഷെ അതിൻ്റെ വേറൊരു അർത്ഥത്തിലാണ്. കാ എന്ന് പറഞ്ഞാൽ പോലെ. ഈ കമാ എന്ന് പറഞ്ഞാലും പോലെ എന്ന് തന്നെയാണ്. കാ എന്ന് പറയുമ്പോഴും കമാ എന്ന് പറയുമ്പോഴും രണ്ടു പറഞ്ഞാലും പോലെ തന്നെയാണ്. കാല കദാലിക്ക അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് അത്തത്ത് കാ. അവിടെ ഒരു കാ വന്നിട്ടുണ്ട്, അത് ലമീറിൻ്റെ കായാണ്. അത്തത്ത് കാ നിനക്ക് ഞാൻ നൽകി. അത്തത്ത് കാ ഞാൻ നിനക്ക് നൽകി. അത്തത്ത് നാം നൽകി. ക നിനക്ക് നാം നൽകി. ആയാത്തുന നമ്മളെ ദൃഷ്ടാന്തം നിനക്ക് നൽകിയിരുന്നല്ലോ. നമ്മൾ ദൃഷ്ടാന്തം നിനക്ക് നാം നൽകിയിരുന്നുവല്ലോ. ഫ നസീതഹ അതിനെ നീ മറഞ്ഞു കളഞ്ഞു, അതിനെ നീ ഒഴിവാക്കി, അവഗണിച്ചു അല്ലേ? പിന്മാറുക, പിന്തിരിഞ്ഞു കളഞ്ഞു. ആ നസിഹത്തിനെ അല്ലെങ്കിൽ ആ ഖുർആനെ നീ വിട്ടുകളഞ്ഞു. വക്കദാലിക്ക വിട്ടുകളയുകയും ചെയ്തു. അതിനാൽ വക്കദാലിക്ക അതുകൊണ്ട് അതുപോലെ അല്യൗമ ഇന്ന ദിവസം തുൻസ നീയും വിസ്മരിക്കപ്പെടുന്നു എന്ന് അള്ളാഹു പറയും. അപ്പോൾ അള്ളാഹുവിനോട് തർക്കിക്കുകയാണ് ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ.
കാല ലിമ അഷർത്തനി ആമ കുന്തു ബസീറ, എനിക്ക് കണ്ണ് കാഴ്ച ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്താ അത് ഇങ്ങനെ എന്ന്. അപ്പോൾ അള്ളാഹു മറുപടി പറഞ്ഞെന്നാ കാല കദാലിക്ക, അതുപോലെ തന്നെ ആയിരുന്നു അത്തത്ക ആയാത്തുന, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നസീത്ത് അതിനെ നീ വിട്ടുകളഞ്ഞു, അതിനെ നീ തിരിഞ്ഞു കളഞ്ഞു. ഫനസീതഹ, അതിനെ നീ തിരിഞ്ഞു കളഞ്ഞു. വക്കദാലിക്ക, അതുപോലെ തന്നെ അല്യൗമ തുൻസ, നീയും വിസ്മരിക്കപ്പെടുക, അതുപോലെ ഇന്ന് നീയും വിസ്മരിക്കപ്പെടുന്നു. ഇതുപോലെ തർക്കമുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്, പരലോകത്ത് വെച്ച് തർക്കിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ പറയും പോയി പണിവെക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ കദാലിക്ക അത്തത്തൊക്കെ ആയാത്തിന് എന്തൊരു ദൃഷ്ടാന്തം നിനക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ നീയും ഇന്നത്തെ ദിവസം വിസ്മരിക്കപ്പെടുന്നു എന്ന് പറയും. അപ്പോൾ തർക്കം അവിടെ ഒരുപാടുണ്ടാവും, അതിനൊക്കെ അള്ളാഹു തക്കതായ മറുപടി നൽകും. നമ്മൾ ഇതൊക്കെ തന്നെ വളരെ ലളിതമായ പദങ്ങളാണ്. ഈ ഖുർആൻ ഇറങ്ങുന്ന അവസരത്തിൽ ഒരു സാഹിത്യത്തിൻ്റെ സാമ്രാട്ടായിരുന്നു മക്കയിലൊക്കെ ഉണ്ടായിരുന്നത്. വലിയ വലിയ കവിമാരും വളരെ വലിയ ഈ പാണ്ഡിത്യം സിദ്ധിച്ചത്, കവിത രചിക്കുന്നതിലൊക്കെ വലിയ പാണ്ഡിത്യം സിദ്ധിച്ച ഒരുപാട് ആൾക്കാർ ആ നാട്ടിലുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇറങ്ങുന്ന സൂറത്തുകളൊക്കെ വളരെ മികച്ച അന്നത്തെ സാഹിത്യത്തിനൊക്കെ വെല്ലുന്ന വിധത്തിലുള്ള സാഹിത്യങ്ങളായിരുന്നു. അത് കടിച്ചാൽ പൊട്ടാത്ത ഒന്നും പറയില്ലേ, അതുപോലത്തെ സാഹിത്യങ്ങളായിരുന്നു അതൊക്കെ. പക്ഷെ ആ സമയത്തും സൂറത്തുൽ നജ്മ് ഇറങ്ങിയ അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് ഹറമിൻ്റെ അടുത്ത് വെച്ച് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ സുജൂദിൻ്റെ ആയത്ത് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരറിയാതെ തന്നെ സുജൂദ് ചെയ്ത് പോയി. അതിൻ്റെ മാസ്മരികത കൊണ്ട്, ഈ ഖുർആൻ കേട്ട് അതിൻ്റെ മാസ്മരികത കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും സുജൂദ് ചെയ്ത്. ഒരാളെന്താ ചെയ്ത്, കണ്ണിൽ കുറച്ച് മണ്ണ് വെച്ചിട്ട് അതിൽ താത്തി വെച്ച്. ബാക്കിയുള്ള എല്ലാവരും നിലത്ത് തന്നെ സുജൂദ്, അന്ന് അവിടെയൊക്കെ മണ്ണാണല്ലോ, ആ മണ്ണിൽ തന്നെ സുജൂദ് ചെയ്ത്. അതിൻ്റെ മാസ്മരികത കൊണ്ടാണത്. എത്ര അവർ കേട്ടപ്പോൾ അവർ ആകർഷകരായി അത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ഉടനെ അവർ സുജൂദ് ചെയ്ത്. അത്രയും സാഹിത്യത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആ സമയത്ത് പോലും അതിനെ വെല്ലുന്ന സാഹിത്യവചനങ്ങളായിട്ടാണ് അന്ന് ഖുർആൻ അവതരിച്ചത്. പക്ഷെ അതിനുശേഷം വളരെ ലളിതമായി അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു, വളരെ ലളിതമായി ഒരു ഭാഷയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കും. അതുപോലെ തന്നെ ചരിത്ര കഥകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ എല്ലാം അള്ളാഹു മനുഷ്യന്, സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന വിധമാണ് അള്ളാഹു ഈ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഈ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ള ഒരു സൂറത്തിൻ്റെ ഒരു ആയത്ത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നാം അവിടെ കഥ എന്ന പദമാണ് ഉപയോഗിച്ചുള്ളത്. അള്ളാഹു കഥ തന്നെ നിശ്ചയമായും, അവിടെ അള്ളാഹു നിശ്ചയമായെന്ന് പറയേണ്ട ആവശ്യമില്ല, അള്ളാഹു ഒന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ്. എന്നിട്ടും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉറപ്പാണ്, നിശ്ചയമായും ഉറപ്പാണ്. വലഖദ് യസ്സർനൽ ഖുർആന, ഈ നിശ്ചയമായും ഈ ഖുർആൻ വളരെ ലളിതമാക്കിയിട്ടുണ്ട്. യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ, പഠിച്ച് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി വളരെ ലളിതമാണ്. ഹൽ മിൻ മുദ്ദക്കിർ, വലഖദ് യസ്സറൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ആരെങ്കിലും പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറുള്ളവരായിക്കൊണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് ആ നമ്മളെ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ള ആ ആയത്ത്. അപ്പോൾ അവിടെ കഥ എന്ന പദമാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ നൂനിനെ പറ്റി വിശദീകരണം ഉണ്ടാവും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു എളുപ്പത്തിലേക്ക് നമ്മളെ വഴി നടത്തണമേ തമ്പുരാനെ. ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.